ഹലോ ഹൈ എവരിവൺ, എല്ലാവർക്കും എയ്സഡ് ബാക്കാണ് ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊക്കെ സുഖം വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് രജിസ്റ്റേഴ്സിലേക്കുള്ള പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കേരള സർക്കാരിന്റെ ഭാഗത്ത് നമ്മുടെ ഈ പറയുന്ന കേരള PSCയുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന പുതിയൊരു നമ്മുടെ കമ്പനി ബോർഡ് രജിസ്റ്റേഴ്സിലേക്കും അതേപോലെ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ തസ്തികയിലേക്കും മറ്റുമായിട്ട് ഈ പറയുന്ന അടുത്ത ദിവസങ്ങളായിട്ട് തന്നെ ഈ പറയുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള നമ്മളെ അറിയിച്ചുകൊണ്ട് നോട്ടീസൊക്കെ എന്ത് ചെയ്യുന്നു PSCയുടെ ഭാഗത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ പറയുന്ന ഒരു നോട്ടീസ് വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് സംശയമായിരുന്നു. ഓക്കെ, അതേപോലെ നല്ലൊരു നിയമനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് LGS എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ പ്രിലിംസ് പോലത്തുള്ള എക്സാമിനേഷൻ കാണുമെന്നുള്ള സംശയം ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെയാണ്. ഓക്കെ അപ്പോൾ തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഈ പറയുന്ന PSC അല്ലേ, PSCയുടെ ഭാഗത്തു നിന്നാണ് ഈ പുതിയൊരു നോട്ടീസ് ഈ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നത്. പ്രസിദ്ധീകരണം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ പറയുന്ന 2025 ഒക്ടോബർ 21 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ അല്ലെ, ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിൽ പുതുതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ ഏതെല്ലാമാണെന്ന് നോക്കാം അല്ലേ. ഏതെല്ലാമായിരുന്നു ഞാൻ പറയുന്ന നമ്മളെല്ലാം കാത്തിരുന്ന ഒന്നെന്ന് പറയുന്നത് പ്രിസൺ ആൻഡ് കറക്ഷൻ സർവീസിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറും അതേപോലെ തന്നെ ഈ പറയുന്ന സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷനുകൾ അതേപോലെ പറയുന്ന ബോർഡുകൾ എന്താണ് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എന്നിവ തസ്തികയിലേക്ക് മറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഈ പറയുന്ന പ്രസിദ്ധീകരണത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക നവംബർ മാസത്തോട് കൂടി തന്നെ എന്ത് ചെയ്യും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, മുൻ വർഷങ്ങളിൽ ഈ പറയുന്ന എന്താണ് കമ്പനി ബോർഡ് LGSന്റെ ഒക്കെ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും, ഈ പറയുന്ന കമ്പനി ബോർഡ് എന്ന് പറയുന്നത് ഏകദേശം 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലേ. എന്താണ് 8ാം ക്ലാസ് അല്ലേ പറയുന്ന, പൊതുവായിട്ട് ഈ പറയുന്ന 7ാം ക്ലാസ് ആണ് പറയുന്നത് അല്ലേ, 7th ക്ലാസ് അല്ലെങ്കിൽ 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കമ്പനി ബോർഡ് LGSലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പറ്റും. പക്ഷെ അങ്ങനെ വിചാരിച്ചെങ്കിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഡിഗ്രിക്കാർ എഴുതുന്ന ഒരു എക്സാം കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത് അല്ലെ. ഡിഗ്രി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്സാമിനേഷൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അവർ പറയുന്ന സൈക്ലിംഗ് എന്താണ് മാൻഡറ്ററി ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന സൈക്കിൾ നോളജ് എന്താണ് ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ അത്യാവശ്യം ഈ പറയുന്ന എല്ലാവർക്കും തന്നെ എന്താണ് ഈ പറയുന്ന സൈക്കിളൊക്കെ ഓടിക്കാൻ അറിയാം അല്ലെ. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, പ്രധാനമായിട്ടും അതിന്റെ ഏജ് ലിമിറ്റ് ഈ പറഞ്ഞ് വിളിക്കാൻ പോകുന്ന കമ്പനി ബോർഡ് LGSന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2/1/1985 1/1/2007 ഇടയിൽ ജനിച്ചവർ സാധിക്കും പറയുന്നത്. ഈ ജനറൽ കാറ്റഗറി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഈ ജനറൽ കാറ്റഗറിയാണ് ഈ പറയുന്നത്. ഓക്കെ, ജനറൽ കാറ്റഗറി നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഈ പറയുന്ന 18 മുതൽ അല്ലേ 18 36 വയസ്സിനിടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന തസ്തികയിലേക്ക് അയക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1985 1/1/2007 ഇടയിൽ ജനിച്ചവർക്കാണെങ്കിൽ എന്ത് പറ്റും, അപേക്ഷിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 5 വർഷത്തെ റിലാക്സേഷനും OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഒരു 3 വർഷത്തെ റിലാക്സേഷൻ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ നിയമന ശുപാർശ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ 2476 പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നിയമന കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എക്സാമിനേഷൻ പഠിച്ചത് ഏകദേശം 2476 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നിയമനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 3000-ഓളം പ്ലസ് നിയമനങ്ങൾ നടക്കുന്ന അല്ലെ, നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. മറ്റ് LGSനേക്കാളും വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമുക്കറിയായിരിക്കും, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് നമുക്ക് ജോലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു എന്താണ് വേക്കൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നല്ലൊരു എന്താണ് ജോലി സാധ്യത നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. 3000-ഓളം പ്ലസ് ഈ പറയുന്ന 1.5 വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഇനി 1.5 വർഷം കിടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 3000-ഓളം പ്ലസ് എന്ത് ചെയ്യാൻ പറ്റും, പറയുന്ന നിയമനങ്ങൾ പോകുന്ന ഒന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ശരിയല്ലേ. അതേപോലെ ഈ പറയുന്ന മറ്റൊരു സംശയമായിരുന്നു ഈ പറഞ്ഞ പ്രിലിംസും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കൊരു പറയാൻ സാധിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഏകദേശം 80%, ഓക്കെ, നമ്മൾ പെർസെന്റേജ് പറയുന്നത് ഏകദേശം 80% നമുക്ക് പ്രിലിംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രതീക്ഷിക്കാൻ സാധിക്കും, അതായത് ഒറ്റ എക്സാമേ കാണുള്ളൂ. ഓക്കെ, അതായത് ഈ പറയുന്ന കമ്പനി LGSന് പ്രധാനമായിട്ട് 80% നമ്മൾ ഈ പറഞ്ഞ ഒറ്റ എക്സാം നടത്തിയവർ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സാം നടത്തുകയുള്ളൂ. പിന്നെ നമുക്കൊരു എന്താണ് നമുക്ക് എപ്പോൾ എല്ലാം പറഞ്ഞ് നമുക്കൊരു ശതമാനം മാറ്റി വെക്കേണ്ടി വരുമല്ലോ അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഇപ്പോൾ 20% അടുപ്പിച്ച് നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ പറയുന്ന പ്രിലിംസ് മീൻസ് നമുക്ക് എന്ത് പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാലും ഞാൻ പറയുന്നത് ഒരു 80% അടുപ്പിച്ച് പ്രിലിംസ് എന്തെങ്കിലും ഉണ്ടാവില്ല. പ്രധാനമായിട്ട് ഒറ്റ എക്സാമിനേഷൻ നടത്തിയവരങ്ങ് എടുക്കത്തേ ഉള്ളൂ. ഓക്കെ, ഒറ്റ എക്സാമിനേഷൻ നടത്തി പറയുന്ന എന്താണ് ഒറ്റ എക്സാമിനേഷൻ മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രിലിംസ് മീൻസ് 2 എക്സാമിനേഷൻ കാണില്ല. ഓക്കെ, അതേപോലെ മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കട്ട് ഓഫാണ്.
ഓക്കെ, നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു അല്ലെ, മുൻ വർഷങ്ങളിൽ പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കട്ട് ഓഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, പറയുന്ന എന്താണ് പ്രിലിംസിന് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 75.54 അടുപ്പിച്ച് പ്രിലിംസിനും മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ് 76.67 അടുപ്പിച്ച് എന്ത് മെയിൻസിന് കട്ട് ഓഫ് വന്നിട്ടുണ്ടായി. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കാരണം ഇതെന്താ ഈ പറഞ്ഞ മെയിൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രിക്കാരൊക്കെ എഴുതുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് എന്ത് ചെയ്യുന്നത് മെയിൻസിനെ കട്ട് ഓഫ് ആയി വന്നിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ഇങ്ങനെയാണ് ഇതിന് കട്ട് ഓഫ് മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമുക്ക് എന്ത് തന്നെയാലും ഈ പറയുന്ന ഒറ്റ എക്സാമിനേഷൻ നടത്താൻ സാധ്യതയുള്ളൂ. ഓക്കെ, ഒറ്റ എക്സാമിനേഷൻ നടത്താൻ സാധ്യതയുള്ളൂ. എന്നാലും നമുക്ക് കുറച്ച് ശതമാനം നമുക്ക് എന്ത് ചെയ്യാൻ തള്ളിക്കളയാനും സാധിക്കില്ല അല്ലേ, എന്ത് ചെയ്യാൻ പറ്റില്ല. എന്നാലും തന്നെ നമുക്ക് ഒരു പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യില്ല, വലിയ രണ്ട് എക്സാമിനേഷൻ നടത്താതെ ഒറ്റ എക്സാമിനേഷൻ എന്ത് ചെയ്യുള്ളൂ നടത്താൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനി ബോർഡ് LGS ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത് ബാലികാറ മലയൊന്നും അല്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സുവർണാവസരം നിങ്ങൾ മുന്നിലേക്ക് വരുന്നത്. ഇനി ഒരു എക്സാമിനേഷനൊക്കെ വരും, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ പറഞ്ഞ ഇത്രയും നാൾ കഴിഞ്ഞാൽ ഇനി ഒരെണ്ണം വരുന്നത് 2030 നിങ്ങൾ കാത്തിരിക്കണമെങ്കിൽ മറ്റൊരു എക്സാമിനേഷൻ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി എഴുതണമെന്ന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഒരു ജോലി പെട്ടെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ പറയുന്നത് 2026 ഏപ്രിൽ ജൂൺ മാസത്തിൽ തന്നെ എന്ത് ചെയ്യുക ഈ പറയുന്ന എക്സാമിനേഷൻ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അല്ലെ. ഈ ഏപ്രിൽ ജൂൺ മാസത്തിൽ നമുക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഏതാണ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തയ്യാറെടുക്കാനുള്ള ഒരു തുടക്കക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറയുന്നത് അല്ലേ. ഇത്ര സമയമൊക്കെ കിട്ടിയാൽ മതി നമുക്ക് ഒരു LGS ഒക്കെ പാസ്സാക്കി എടുക്കാൻ വേണ്ടി അല്ലേ, പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ നല്ല സ്റ്റഡി പ്ലാനോട് കൂടി, ഓക്കെ, നല്ല മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി അല്ലേ, അതേപോലെ നല്ലൊരു പ്രാക്ടീസ് സെക്ഷനൊക്കെ നടത്തിക്കൊണ്ട് തന്നെ നല്ലൊരു ക്ലാസ്സുകളൊക്കെ ലഭിച്ചു. അതിന് തീർച്ചയായിട്ടും എന്ത് പറ്റും ക്ലാസ്സുകളൊക്കെ ഈ പറയുന്ന എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ AICTE ബാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റി നിങ്ങൾക്ക് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, നമ്മൾ നോക്കിയേ ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും വീക്കിലി മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷനും സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷനുകളും മെന്റർഷിപ്പ് സപ്പോർട്ടുകളും മോട്ടിവേഷൻ സെക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് കവറേജ് ആണ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന PDF നോട്ട്സുകളായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകളും PDF നോട്ട്സുകളും വീക്കിലി മോക്ക് ടെസ്റ്റുകളും അല്ലെ, ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് എല്ലാം നൽകിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പരീക്ഷകൾ തയ്യാറെടുക്കുന്നത്. ഓക്കെ, അപ്പം ഇനി വൈകിപ്പിക്കേണ്ട. ഓക്കെ, തയ്യാറെടുക്കുന്നതെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ഊർജ്ജത്തോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ പഠിച്ചു തുടങ്ങുക. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സുവർണാവസരം നിങ്ങൾക്ക് ഇനി ഒരു അവസരം നിങ്ങൾക്ക് കുറേ നാൾ കഴിഞ്ഞ ശേഷം കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സർവീസ് ജോലി നിങ്ങൾ എന്ത് ചെയ്യുക ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ AICTE ബാക്ക് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, എന്ത് ചെയ്യാം ആപ്പ് സ്റ്റോറിൽ പ്ലേ സ്റ്റോർ ആപ്പ് സ്റ്റോറിൽ AICTE എന്ന് അടിച്ചു കൊടുത്ത് നമ്മുടെ ആപ്പ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്ത് സംശയം ഇതിലുണ്ടെങ്കിൽ നമ്മുടെ ആപ്പായിട്ട് ബന്ധപ്പെട്ട കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, 9995467246 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടായാലും നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡൗട്ടോ സജഷനോ എന്തുണ്ടായാലും നിങ്ങൾക്ക് എന്ത് തൊട്ട് താഴെ കാണുന്ന എന്താ പറയാം നമ്മുടെ ഗൂഗിൾ ഫോമിന്റെ ലിങ്കിൽ എന്ത് ചെയ്യുക ഡൗട്ടും കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിക്കാൻ തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പുതിയ അപ്ഡേറ്റുകൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ വരുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ തന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ്, അതായത് പഠിച്ചു തുടങ്ങുക. ഓക്കെ, സ്റ്റഡി പ്ലാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക. നമ്മുടെ കൂടെ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളും വലിയ പഠനമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ല ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.